ആര്യാടൻ ഷൗക്കത്ത് വായിക്കുന്നയാളാണ്, എഴുതുന്നയാളാണെന്ന് അറിയാൻ ഏതെങ്കിലും മാധ്യമങ്ങളെ കൊണ്ടുപോയി സ്വന്തം ലൈബ്രറി കാണിക്കേണ്ട കാര്യമില്ല. ആര്യാടൻ ഷൗക്കത്ത് ഒരു എഴുത്തുകാരൻ, ചിന്തകൻ, പ്രഭാഷകൻ, സിനിമാ പ്രവർത്തകൻ എന്നൊക്കെ നിലയ്ക്ക് ബഹുമുഖ പ്രതിഭ എന്നുള്ള നിലയ്ക്ക് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അത് ഞാൻ BJP ഉണ്ടാവുന്ന കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP എത്ര ശക്തി കുറഞ്ഞ മണ്ഡലമാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും പ്രധാനപ്പെട്ട ഒരു ലീഡറെ അവിടെ കാൻഡിഡേറ്റ് ആക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് വിട്ടുനിൽക്കുന്നൊരു സമീപനം BJPയുടെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് CPM-മായി ചേർന്നിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾ സംശയിക്കുന്നത്. അതുപോലെ ഇപ്പോൾ പുറത്തുനിന്നൊരു വാർത്തയാണ്, ഇപ്പം അന്ന് ആ സമയത്ത് പറഞ്ഞിരുന്നല്ലോ അമ്മ ഒരു സ്ഥലം ഷായക്കായി നൽകിയിരുന്നു എന്നുള്ളത്. ആ സ്ഥലം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഉമ്മൻചാണ്ടി ട്രസ്റ്റിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി, സെന്റർ തുടങ്ങാൻ വേണ്ടി അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് അവർ ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞത് ഒരു വലിയ വികാരമാണ്. അത് നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച സമയത്ത്, അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര നടക്കുന്ന സമയത്ത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ലക്ഷോപലക്ഷം ജനങ്ങൾ തെരുവിൻ്റെ രണ്ടു വശത്തും തിങ്ങിക്കൂടിക്കൊണ്ട് നിലവിളിച്ച കാഴ്ച, അല്ലെ, നെഞ്ചത്തടിച്ച് നിലവിളിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പം നിലമ്പൂരിലെ പിക്ചർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നിലമ്പൂരിലെ UDFൻ്റെ ഒരു ട്രമൻഡസ് വിക്ടറി ഉണ്ടാവും. ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇത് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ അങ്ങനെയാണ്. പുതുപ്പള്ളിയിൽ സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ പാലക്കാട് സംഭവിച്ചതുപോലെ ആ മോഡൽ തന്നെ ഇവിടെ നിലമ്പൂരിലും ഒരു വലിയ വിജയം ആര്യൻ ഷൗക്കത്തിന് അനുകൂലമായിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ ഇപ്പോൾ പറയുന്നത് UDF ഇപ്പോൾ വലിയ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതൊക്കെ, അതായത് LDFന്റെ വികസനങ്ങൾ പറയുമ്പം അവർക്ക് പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആരോപണം പൊതുവെ ഉന്നയിക്കുന്നുണ്ട്. അല്ല, വാസ്തവത്തിൽ നാടിന്റെ വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് UDFന്റെ കാൻഡിഡേറ്റ് മാത്രമാണ്. 2 മാസം മുമ്പ് വരെ ദേശീയപാത അവരുടെ ക്രെഡിറ്റിൽപ്പെടുത്തിയിരുന്ന LDF ഈ പ്രചരണത്തിൽ എവിടെയെങ്കിലും ദേശീയപാത NH66ന്റെ വികസനം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലെയിം ഉന്നയിക്കുന്നുണ്ടോ? അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആയുധം തന്നെ ബൂമറാങ് പോലെ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഈ മലപ്പുറം ജില്ലയിലെ കൂരിയാടാണ് ദേശീയപാത തകർന്നു വീണത്. അപ്പോൾ അത്തരത്തിലുള്ള ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു അജണ്ടയും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കാനില്ല. ഇവിടെ നഷ്ടപ്പെട്ട ഒരു 9-9.5 വർഷക്കാലമുണ്ട് നിലമ്പൂരിൻ്റെ. നിലമ്പൂരിൽ അടിസ്ഥാന സൗകര്യം നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ഇവിടുത്തെ കുപ്പിക്കഴുത്ത് പോലെയുള്ള റോഡുകൾ, ആശുപത്രികളില്ലായ്മ, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പല കുറവുകൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്നത്. മറുവശത്ത് ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാനും വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഒക്കെയാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ഞങ്ങളിതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫൈറ്റായിട്ടാണ് കാണുന്നത്. അതുപോലെ PV അൻവറിനെ UDFിലേക്ക് ക്ഷണിക്കാമായിരുന്നില്ലേ, എങ്കിൽ കുറച്ചുകൂടി ഈസി ആകുമായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അല്ല, അതെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളുമാണ്. ഇവിടെ ആ കാര്യങ്ങൾക്കൊന്നും ഇനിയൊരു പ്രസക്തിയില്ല. അപ്പം ഇവിടെ ഇപ്പോൾ പോരാട്ടം വളരെ ക്ലിയർ ആണ്. LDF UDF ആണ്. PV അൻവർ ഒരു ശക്തനായ എതിരാളിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൃത്യമാണ്. അത് LDF വേഴ്സസ് UDF ആണ്. ഇൻകംബന്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇസ് വെരി മച്ച് ക്ലിയർ ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ ആ രീതിയിൽ UDFന് ഫേവറായിട്ടൊരു ഇലക്ട്രൽ വിക്ടറി ഇവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ. അതുപോലെ സ്വരാജിനെ അറിയാവുന്നതായിരിക്കും, കാരണം ചാനൽ ചർച്ചകളിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ള ആളുകളൊക്കെയാണ് പറയുന്നത് സ്വരാജിന് ഹേറ്റേഴ്സ് ഇല്ല എന്ന തരത്തിലൊക്കെയാണ് ഇപ്പൊ LDF സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതിൽ അതൊരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ശരിയല്ല. എന്തായാലും UDFന്റെ സ്ഥാനാർത്ഥി എഴുത്തുകാരൻ, ചിന്തകൻ, പ്രഭാഷകൻ എന്നീ നിലയ്ക്കൊക്കെ ബഹുമുഖ പ്രതിഭ എന്ന നിലയ്ക്ക് കേരളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വ്യക്തിത്വമാണ്. അപ്പൊ അത്തരത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വായിക്കുന്നയാളാണ്, എഴുതുന്നയാളാണെന്ന് അറിയാൻ ഏതെങ്കിലും മാധ്യമങ്ങളെ കൊണ്ടുപോയി സ്വന്തം ലൈബ്രറി കാണിക്കേണ്ട കാര്യമില്ല. ആര്യാടൻ ഷൗക്കത്ത് ഒരു എഴുത്തുകാരൻ, ചിന്തകൻ, പ്രഭാഷകൻ, സിനിമാ പ്രവർത്തകൻ എന്നൊക്കെ നിലയ്ക്ക് ബഹുമുഖ പ്രതിഭ എന്നുള്ള നിലയ്ക്ക് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതിനുള്ള അംഗീകാരം നിലമ്പൂരിൽ ലഭിക്കും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അവർ പറയുന്നത് ഷൗക്കത്തിന് ഒരു വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാൻ സാധ്യതയില്ല എന്ന തരത്തിലൊക്കെ ചിലർ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഷൗക്കത്തിന് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വോട്ട് ലഭിക്കും. വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ആര്യൻ ഷൗക്കത്തിന് അനുകൂലമായിട്ട് നിലമ്പൂരിലുണ്ടാകും. മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എങ്ങനെയുണ്ട് മഴ ഈ ഒരു പ്രചാരണത്തെ ബാധിക്കുന്നുണ്ടോ? മഴയത്തും സജീവമായി തന്നെ പ്രവർത്തനം കാഴ്ചവെക്കുന്നതായി കാണുന്നുണ്ട്.
UDF ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മൈക്രോ ലെവൽ ബൂത്ത് മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ UDF ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മഴയോ കാറ്റോ വെയിലോ ഒന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് UDF എന്തായാലും ഒരു തടസ്സമായിട്ടില്ല. നിലമ്പൂർ ഒരു മലയോര മേഖലയായതുകൊണ്ടും മഴ പെട്ടെന്ന് പെയ്യുന്ന മഴ പലപ്പോഴും വെള്ളക്കെട്ടുകൾക്കും പ്രളയങ്ങൾക്കും ഒക്കെ സാധ്യതയുള്ള പ്രദേശമായതുകൊണ്ടുമുള്ള പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടുത്തെ UDF പ്രവർത്തകർ അതെല്ലാം നേരിടാൻ സജ്ജമായിട്ട് തന്നെയാണ് ഫീൽഡിലുള്ളത്. BJP ഒരു ചിത്രത്തിൽ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടോ? കാരണം അവരുടെ പ്രചാരണമൊക്കെ അത്ര ശക്തമല്ലാത്ത തരത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഭീതി നിലവിലുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാലോ. ഞാനിപ്പോൾ അവരെ കുറിച്ച് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സായിട്ടാണ് ഇവിടെ അവർ നിൽക്കുന്നത്. ഞാൻ BJPയിൽ ഉണ്ടാവുന്ന കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP എത്ര ശക്തി കുറഞ്ഞ മണ്ഡലമാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും പ്രധാനപ്പെട്ട ഒരു ലീഡറെ അവിടെ കാൻഡിഡേറ്റ് ആക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടോ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സമീപനം BJPയുടെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത് CPM-മായി ചേർന്നിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾ സംശയിക്കുന്നത്. അതുപോലെ ഇപ്പോൾ പുറത്തുനിന്ന് കണ്ടൊരു വാർത്തയാണ്, ഇപ്പം അന്ന് ആ സമയത്ത് പറഞ്ഞിരുന്നല്ലോ അമ്മ ഒരു സ്ഥലം ഷായക്കെ നൽകിയിരുന്നു എന്നുള്ളത്. ആ സ്ഥലം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന തരത്തിൽ വാർത്തകൾ കാണുന്നു. അത് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ആ സമയത്ത് അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് നൽകാമെന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണ്. പക്ഷേ അവരത് ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വന്ന സമയത്ത് അതൊരു പൊതു കാര്യത്തിന് വേണ്ടി ഞാൻ എന്തായാലും അമ്മ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ വെച്ച സ്ഥലമാണ്. ഞാനത് ഇനി സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ഉമ്മൻചാണ്ടി ട്രസ്റ്റിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി, സെൻറ്റർ തുടങ്ങാൻ വേണ്ടി അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് അവർ ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ചാണ്ടിയമ്മ പറയുന്നുണ്ട് എവിടെ പോകുമ്പോഴാണെങ്കിലും ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഒരു ചോദ്യം അത് നിലമ്പൂരിലും ഉണ്ട് എന്ന് തന്നെ. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ പ്രതീകമാണല്ലോ. ഈ അദ്ദേഹത്തിൻ്റെ കാരുണ്യസ്പർശം ഏൽക്കാത്ത ഏത് ഭവനങ്ങളാണ് ഈ കേരളത്തിലുള്ളത്, ഏത് നാടാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞത് ഒരു വലിയ വികാരമാണ്. അത് നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച സമയത്ത്, അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര നടക്കുന്ന സമയത്ത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ലക്ഷോപലക്ഷം ജനങ്ങൾ തെരുവിൻ്റെ രണ്ടു വശത്തും തിങ്ങിക്കൂടിക്കൊണ്ട് നിലവിളിച്ച കാഴ്ച, അല്ലെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പം ഉമ്മൻചാണ്ടി സാറിനോട് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ ജനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയിലൊക്കെ പാവപ്പെട്ട മനുഷ്യർ ചെല്ലുന്ന സമയത്ത് അപേക്ഷ എഴുതി കൊണ്ടുപോകുന്ന അരപ്പായ കടലാസിൻ്റെ പുറകിൽ തന്നെ അതിനുള്ള പരിഹാരം കൂടി കണ്ടെത്തി കൊടുത്തിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കണ്ണായ വികസന പ്രവർത്തനങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുള്ളൊരു CM ആയിരുന്നു. വിഴിഞ്ഞം ഉൾപ്പെടെ, കൊച്ചി മെട്രോ ഉൾപ്പെടെ ഉള്ള വലിയ വലിയ പ്രൊജക്റ്റുകളുടെ പുറകിലെ ചാലകശക്തിയായിട്ട് നിന്നിട്ടുള്ള ഒരു മഹാമനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കിടയിലുമുണ്ട്. സ്വാഭാവികമായിട്ടും ചാണ്ടി ഉമ്മന് ആ ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വലിയ സന്തോഷകരം. ഈ എഴുത്തുകാരുടെ പിന്തുണ സുരാജിന് കൂടുതൽ കിട്ടുന്നത് ഒരു ആശങ്ക ഉണ്ടാവും. ഈ എഴുത്തുകാർക്കൊന്നും ഇവിടെ വോട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എഴുത്തുകാർ എന്ന് പറയുമ്പോൾ കൽപ്പറ്റ നാരായണ മാഷെ പോലെയുള്ള ആളുകളുണ്ടല്ലോ. എഴുത്തുകാർ ഏകപക്ഷീയമായിട്ട് ഇടതുപക്ഷക്കാരും CPM-മാരും ഒന്നുമല്ല. ഇവിടെ വോട്ടുള്ള സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യനിദാന പ്രശ്നങ്ങളാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാൻ പോകുന്നത്. അല്ലാതെ എഴുത്തുകാരുടെ ജലവിഭ്രാന്തിയൊന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ബാധിക്കുന്ന വിഷയമല്ല. ഇവിടുത്തെ മലയോര മേഖലയിലെ വന്യമൃഗശല്യങ്ങൾ കാട്ടാനിറങ്ങി വരുമ്പോൾ ഈ എഴുത്തുകാർ പോയിട്ട് തടയും ഇല്ലല്ലോ. കാട്ടുപന്നി കൃഷി ചെയ്യണം നശിപ്പിക്കുന്ന സമയത്ത് ഈ എഴുത്തുകാരുടെ തൂലിക ചലിക്കുന്നില്ലല്ലോ. അതല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ കടുവയും പുലി ഇറങ്ങുന്ന സമയത്ത് ഈ എഴുത്തുകാരല്ലല്ലോ തടയുന്നത്. ഈ സാധാരണക്കാരെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടുത്തെ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത്, പാലിന് വില കൂടുന്ന സമയത്ത് ഈ എഴുത്തുകാരുടെ തൂലിക ചലിക്കാറില്ലല്ലോ. ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിക്കുന്ന സമയത്ത് ഈ എഴുത്തുകാരും പ്രതികരിക്കാറില്ലല്ലോ. അതല്ലെങ്കിൽ ഇവിടെ സിദ്ധാർത്ഥനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ, ഒരു യുവാവിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വെച്ച് മൃഗീയമായി റാഗ് ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്ന സമയത്ത് ഈ പ്രതികരണ തൊഴിലാളികളുടെ ഒന്നും പ്രതികരണം നമ്മളെവിടെയും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതെല്ലാം നിലമ്പൂരിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവർക്കതെല്ലാം മനസ്സിലാവും.